അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ചെറുപഴമൊക്കെ വെച്ച് ചെയ്യുന്ന നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നല്ല രുചിയാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുപഴം ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാമെന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഇതൊരു 750 ml പാലുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ പാല് ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചെറിയതായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടണം കേട്ടോ. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും കുറുകി പോകരുത്. ചെറിയതായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടിയാൽ മതി. ഇതിൽ മധുരത്തിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റും കൂടെ നമുക്കിത് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. ഒരുപാടങ്ങ് കുറുകി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ അവലാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. നിങ്ങൾക്ക് ബ്രൗൺ കളറുള്ള അവൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഈ അവൽ നമുക്ക് ഈ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. നെയ്യുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും നമുക്ക് ഇതിനകത്ത് നെയ്യ് ഒഴിവാക്കാവുന്നതാണ്. അല്ലാതെ തന്നെ അവലൊന്ന് വറുത്തിട്ടെടുത്താൽ മതി. അപ്പോൾ അവൽ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചൂടും പോയിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് നമ്മൾ ഈ ഒരു കട്ടിക്ക് കുറുക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മളിതിൽ ചെറുപഴവും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഇത് നമുക്ക് കട്ടിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവ രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതിവിടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. തണുക്കാതെ വേണമെങ്കിൽ നമുക്കിത് കുടിക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലൊരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേറെ ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കാതെ ഇങ്ങനെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 സെർവിങ് ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുതിർത്തി വെച്ചിരുന്ന ഈ കസ്കസ് ഓരോ സ്പൂൺ വെച്ചിട്ട് ഈ 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന അവലാണ്. ഇത് ഞാനൊരു 2-3 ടീസ്പൂണോളം ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നിലക്കടലയും പിസ്തയും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് ചെറി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുപഴവും കസ്റ്റാർഡുമായിട്ട് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാണാൻ ഒരു ഭംഗിക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുടിക്കുന്ന സമയത്ത് അവലും നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചെറുപഴത്തിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയും മിക്സ് മാത്രം അടിച്ചെടുത്ത് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കുറച്ച് ചേരുവകളും കൂടെ നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ചെറുപഴം കൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.